ഹായ് ഹലോ എവർക്കും നമസ്കാരം. പോസ്റ്റ്ടെക്കിൻ്റെ ഓൺലൈൻ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ആവറേജ് ഓഫ് ഫസ്റ്റ് 3 മൾട്ടിപ്പിൾസ് ഓഫ് 14. 14ൻ്റെ ആദ്യത്തെ 3 ഗുണിതങ്ങളുടെ എന്താണ് ആവറേജ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. 14 എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ ആദ്യത്തെ 3 ഗുണിതങ്ങളുടെ ആവറേജ്. അപ്പോൾ 14ൻ്റെ ആദ്യത്തെ 3 ഗുണിതങ്ങൾ ഏതെന്നൊക്കെ നമ്മൾ എഴുതുക. അപ്പോൾ 14 × 1 വരുമ്പോൾ ഒന്നാമത്തെ ഗുണിതമാവും. 14 × 2 ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഗുണിതം കിട്ടും. 14 × 3 ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഗുണിതം കിട്ടും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 നമ്പർ 14 × 1 14 × 2 ചെയ്യുന്ന നമ്പറും 14 × 3 ചെയ്യുന്ന നമ്പറും കൂടെ എന്ത് ചെയ്യാം, ആ സംഖ്യ കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സം എടുക്കാൻ നേരത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, 14 × 1 ആ വരുന്ന നമ്പറിനെയും 14 × 2 എന്ന് പറയുന്ന ആ നമ്പറിനെയും 14 × 3 എന്ന് പറയുന്ന നമ്പറിനെയും തമ്മിൽ കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മ് വേണം, അതുപോലെ ഡിവൈഡ് ബൈ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നോക്കുമ്പോഴത്തേനും ഈ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് ഒന്നാമത്തെ നമ്പർ, ഇത് രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ, ഈ 3 നമ്പറിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടേമാണ് 14 എന്ന് പറയുന്നത് അല്ലേ. ആ 14 പുറത്തെടുക്കുക, എന്നിട്ട് 1ഉം 2ഉം 3ഉം കൂടെ എന്ത് ചെയ്യുക, കൂട്ടുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 14 × എത്രയായിട്ട് 3 × 2 5 1 6 ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ സം കിട്ടും. എന്നിട്ട് എന്താ നമുക്ക് വേണ്ടത്, ഇതാണ് സം. ഇനിയിപ്പോൾ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സമ്മിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സം എന്ന് പറയുമ്പോൾ 14 × 6 ആണ്, എണ്ണം എന്ന് പറയുമ്പോൾ 3 ആണ്. 3 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 13ഉം 6ഉം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. 14 × 2 28. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിൽ കണ്ടത് അല്ലേ. ഇത്ര സ്റ്റെപ്പ് എഴുതണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, 14 കോമൺ ആയിട്ട് എടുക്കുക. 1 + 2 + 3. ഇനിയിപ്പോൾ 4 സംഖ്യയിലാണെങ്കിൽ 1 + 2 + 3 + 4. ഇപ്പോൾ 5 മൾട്ടിപ്പിൾ ആണെങ്കിൽ 1 + 3 + 2 1 + 2 + 3 + 4 + 5. അതായത് എത്രയാണോ മൾട്ടിപ്പിൾ, അപ്പോൾ 1 മുതൽ ഇപ്പോൾ ആദ്യത്തെ 100 മൾട്ടിപ്പിൾസിൻ്റെ 100 ഗുണിതങ്ങളുടെ ആവറേജാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ തുക എടുക്കുക. ആ തുകയെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ഇവിടെ നമ്മൾ 3 നമ്പേഴ്സ് ഉള്ളൂ അല്ലേ. 14 കോമൺ ആയിട്ട് വന്നപ്പോൾ 1 2 3 കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു, അതിനെ 14 കൊണ്ട് ഗുണിച്ചു. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജിലേക്ക് പോയി അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 28 ആയിരിക്കും വരുന്നത്. ഇതേപോലെ ഏത് നമ്പേഴ്സിൻ്റെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ആവറേജ് ഓഫ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 50. അപ്പോൾ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 50 നിങ്ങളൊന്ന് നോക്കുക. ഒന്നാമത്തെ മൾട്ടിപ്പിൾ പറയുമ്പോൾ 15 × 1 വരും. രണ്ടാമത്തെ മൾട്ടിപ്പിൾ വരുമ്പോൾ 15 × 2 വരും. മറ്റത് 15 × 3. തൊട്ട് മുന്നേ ഉള്ള ചോദ്യം നമ്മൾ ചെയ്ത പോലെയാണ് അല്ലേ. 15 × 4, അടുത്ത് 5 മൾട്ടിപ്പിൾ അല്ലേ, 15 × 5. ഇനി ഇതിൻ്റെ സമ്മിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വരുന്നത് എങ്ങനെയായിരിക്കും, 15 × 1 + 15 × 2 + 15 × 3 + 15 × 4 + 15 × 5 എന്ന് പറഞ്ഞു വരും അല്ലേ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വന്ന 1 2 3 4 5 അല്ലെ. അതുപോലെ 15 കോമൺ ആണ്. ആ 15 പുറത്തെടുക്കുമ്പോൾ 1 + 2 + 3 + 4 + 5. ഇത്രേ ഉള്ളൂ. ഇനി ആവറേജിലേക്ക് പോകുമ്പം ഇവിടെ ഇതിന് നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, 15 × 5 4 9 9 3 12 14 15 അല്ലേ. 15 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ തുക, അതായത് 2 3 3 3 6 6 4 10 5 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി ആവറേജിലേക്ക് വരുമ്പോൾ സമ്മ് ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അപ്പോൾ 15 × 15 അത് ഗുണിച്ച് 225 ചെയ്താലും പ്രശ്നമില്ല. എന്നിട്ട് എണ്ണം എന്ന് പറയുമ്പോൾ 5 എണ്ണമാണ് അല്ലേ. ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് അല്ലേ ചോദിക്കുന്നത്, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, കട്ട് ചെയ്താൽ മതി. അപ്പോൾ 15 × 3 നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക, 45 ആയിരിക്കും നമ്മുടെ ആവറേജ് വരുന്നത്, ഓപ്ഷൻ എ. കണ്ടോ, ഇതേപോലെ എത്ര നമ്പർ വേണോ, എത്ര മൾട്ടിപ്പിൾസ് വേണോ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ എണ്ണം 5 വരെയൊക്കെ ആണ്ട് നമുക്ക് ഡയറക്റ്റ് കൂട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 20 ഇപ്പോൾ 100 ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണൽ സംഖ്യകളുടെ തുക അല്ലേ, ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എന്നുള്ള n × n + 1/2 എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്ത് ആ സമ്മ് കണ്ടുപിടിച്ചിട്ട് അതിന് എന്തിൻ്റെ ഗുണിതമാണോ തന്നിരിക്കുന്നത്. ഇവിടെ 15 ആയതുകൊണ്ട് 15 കൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ ഒരു 20 ആയിരുന്നെങ്കിൽ 20 കൊണ്ട് ഗുണിക്കേണ്ടി വരും അല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇതേ ടൈപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വിൽ ബി ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 6 മൾട്ടിപ്പിൾ ഓഫ് 8. ഫസ്റ്റ് 6 മൾട്ടിപ്പിൾ ഓഫ് 8 ആകുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് തന്നെ ആൻസറിലേക്ക് പോകാം. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, 18 കൊണ്ട് നമുക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, എന്തിനെ, 1 + 2 + 3 + 4 + 5 + 6 അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്താണ്, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണ്, 6 മൾട്ടിപ്പിൾസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 6ഉം 18 നമുക്ക് ആദ്യമേ കട്ട് ചെയ്ത് കളയാൻ 3 കിട്ടും. ബാക്കി എന്തായിരിക്കും വരുന്നുണ്ടാവുക, 18 അല്ലല്ലോ ഇവിടെ വരുന്നത്, 18 8 അല്ലേ പറഞ്ഞിരിക്കുന്നത്, മൾട്ടിപ്പിൾ ഓഫ് 8 പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 8 കൊടുക്കേണ്ടത്. ഒരു മിനിറ്റ് നമുക്കൊന്ന് ഇറേസ് ചെയ്തോട്ടെ.
ഓക്കെ, അപ്പോൾ ഇവിടെ 8 വരും. താഴെ നമുക്ക് എത്ര കൊടുക്കാം? 6 ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. 6 4 10 15 15 3 18 2 20 21 21. അപ്പോൾ 8 × 21/6 എന്നായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 6ഉം 8ഉം ആയിട്ട് നമുക്ക് 2 വെച്ച് കട്ട് ചെയ്ത് 4 വരും. ഇത് എത്രയായിരിക്കും വരുന്നത്? 3 ആയിരിക്കും വരുന്നത്. ഈ 3ഉം ഈ 21 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 7 കിട്ടും. അപ്പോൾ 7 4 28 28 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എത്ര ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ്, ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ തുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുടർച്ചയായിട്ട് അല്ലെ 1 മുതൽ വരുന്ന ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? n × n+1 ആയിരിക്കും. n × n+1. അങ്ങനെയാണെങ്കിൽ ആവറേജിലേക്ക് പോകുമ്പോഴത്തേക്കും n × n+1 ഡിവൈഡഡ് ബൈ n, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്നത് n+1 ഇത്രയേ ഉള്ളൂ. അപ്പോൾ 1 മുതലുള്ള തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ഇത്ര ഈവൻ നമ്പേഴ്സിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്, ആവറേജ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ് അല്ലേ നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും അവിടെ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? n+1 മാത്രം മതി. അതിനോട് 1 കൂട്ടി എഴുതുക. ജസ്റ്റ് 5 + 1 6. നമുക്ക് ചെയ്ത് നോക്കേണ്ട, പേനയോ പേപ്പറോ എടുക്കേണ്ട ആവശ്യം പോലില്ല. ജസ്റ്റ് ആൻസറിൽ ഓപ്ഷനിലേക്ക് നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാൻ പറ്റും. ഓപ്ഷൻ സി 6 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അല്ലേ? ഇനി നെക്സ്റ്റിലേക്ക് പോവാം. അതിൻ്റെ ആവറേജ് ഓഫ് ഫസ്റ്റ് 7 ഓഡ് നമ്പേഴ്സ്. അടുത്ത കൺസെപ്റ്റാണ്. നമ്മൾ ഇതിൻ്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് നമ്മൾക്ക് തന്നിരുന്നാൽ സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n² ആയിരിക്കും അല്ലേ? n എത്രയാണോ അതിന് ജസ്റ്റ് എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവറേജിലേക്ക് വരുമ്പോഴത്തേക്കും n² ഡിവൈഡ് ബൈ n എന്നുള്ളത് വരും. അപ്പോൾ എത്രയായിരിക്കും? n. അപ്പോൾ എന്താണ്? എത്രയാണോ അവിടുത്തെ എണ്ണം തന്നിരിക്കുന്നത് അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്? ആവറേജ് എന്ന് പറയുന്നത്. എത്രയാണ് ഇവിടുത്തെ എണ്ണം? എത്രയാണ്? 7 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. 7 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓഡ് നമ്പേഴ്സിൻ്റെ ഈവൻ നമ്പേഴ്സിൻ്റെ കൺസെപ്റ്റ് പിടിക്കുക. ആവറേജ് കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് 1 മുതൽ വരുന്ന ഓഡ് നമ്പേഴ്സാണ് നമ്മൾ, ഒറ്റ സംഖ്യയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും, എത്രയാണോ എണ്ണം അത് തന്നെയായിരിക്കും ആവറേജ്. അത് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യയിലാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? എണ്ണത്തിനോട് 1 കൂട്ടി എഴുതുക. അതായിരിക്കും ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ആവറേജ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ടിൽ 9. തുടർച്ചയായിട്ട് വരുന്ന 1 മുതൽ 9 വരെ വരുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ എന്ത് ചെയ്യണം? ആവറേജ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓഡ് നമ്പേഴ്സ് ജസ്റ്റ് നോക്കും. 1 വരും, അടുത്ത് വരുന്ന 3 ആയിരിക്കും, പിന്നെ 5 ആയിരിക്കും, പിന്നെ 7 ആയിരിക്കും, പിന്നെ 9 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം 1 മുതൽ വരുന്ന ഓഡ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എണ്ണം എത്രയാണോ അത്ര എണ്ണം തന്നെയായിരിക്കും അല്ലേ? ഇവിടെ എത്രയുണ്ട്? 1 2 3 4 5. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അത് തന്നെയായിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ആവറേജ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താ? ഈ തന്നിട്ടുള്ളത് ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഇത് നമ്മുടെ PM/MG എക്സാം 2020 പഞ്ചാബ് സർക്കിളിൽ ചോദിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ നോക്കിയിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് കൺസെപ്റ്റ് ഒന്ന് നോക്കുകയാണ്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഖ്യാ സമ്പ്രദായം നമ്മൾ മലയാളത്തിൽ പറയുന്നത് അല്ലേ? നമുക്ക് പല സംഖ്യാ സമ്പ്രദായങ്ങളുണ്ട്. നമ്മളത് അറിഞ്ഞിരിക്കണം. എന്താണ് ആ ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കുക. എന്നാൽ മാത്രമേ ചോദ്യം വരുമ്പോഴത്തേക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്നതാണെന്നുള്ള രീതിക്ക് നമുക്ക് വേർതിരിച്ച് ആൻസറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്കതിന് എന്ത് പറയാൻ പറ്റും? എണ്ണൽ സംഖ്യകളെന്ന് പറയാം. എണ്ണൽ സംഖ്യകൾ, അതായത് നമ്മൾ എണ്ണാനായിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകൾ, കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ 1 2 3 അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വോൾ നമ്പേഴ്സ്. വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് അഖണ്ഡ സംഖ്യകൾ നമുക്ക് മലയാളത്തിൽ പറയാം. അതായത് എണ്ണൽ സംഖ്യകളുടെ കൂട്ടത്തിൽ ഒരു 0യും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 1 2 3 എന്ന് പറയുന്ന നമ്പേഴ്സ് വരികയാണെങ്കിൽ എന്തായിരിക്കും? അത് വോൾ നമ്പേഴ്സ് ആവും. പിന്നെ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് ഇൻറ്റീജേഴ്സാണ്. നമുക്ക് പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് ജസ്റ്റ് നോക്കാം. ഇൻറ്റീജേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിൻ്റെ പൂർണ്ണസംഖ്യകൾ എന്ന് പറയും. അതായത് എണ്ണൽ സംഖ്യകൾ നമ്മൾ കണ്ടു 1 2 3 പറയുന്നത്. അതിൽ അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ വോൾ നമ്പേഴ്സ് വരുമ്പോൾ 0യും കൂടെ ചേരും. അപ്പോൾ ഇതിനകത്തോട്ട് കറസ്പോണ്ടിങ് നെഗറ്റീവ് ടേംസും കൂടെ വരികയാണെങ്കിൽ -3 -2 -1 0 1 2 3 അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഇൻറ്റീജേഴ്സ് എന്ന് പറയാം. ഇനിയുണ്ട് നമ്പർ സിസ്റ്റംസും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. റാഷണലും ഇറാഷണലും നമുക്കുണ്ട്.
റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് റാഷണൽ നമ്പർ. ഫ്രാക്ഷൻസ് വരുമല്ലോ, ഇതിലിപ്പോൾ ഫ്രാക്ഷൻസ് ഇല്ല, നമ്പേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ ഈ ബാക്കിയുള്ള മൂന്നെണ്ണത്തിൽ. അതിൽ ആ ഫ്രാക്ഷൻസും 1/2 3/2 എന്ന് പറഞ്ഞാൽ ആ ഫ്രാക്ഷൻസും കൂടെയൊക്കെ ചേർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റാഷണൽ എന്ന് പറയാം. P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിന് നമ്മൾ എന്ത് പറയും? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇറാഷണൽ നമ്പേഴ്സ് നമ്മുടെ √2 എന്ന് പറയുന്നതും √3 എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സാണ് കേട്ടോ. റാഷണൽ. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള 5 എണ്ണവും കൂടെ ചേർന്ന് വരുന്ന ഒറ്റ സെറ്റ്, ഒരു ബിഗ് സെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന റിയൽ നമ്പേഴ്സാണ് ഇതെല്ലാം വരുന്നത്, നമ്മുടെ നമ്പർ ലൈൻ കേട്ടോ. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പേര്, ഈ വേർഡ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേ. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ എവിടെയും കിട്ടും. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 10 വോൾ നമ്പേഴ്സോ ഇൻറ്റീജേഴ്സോ നാച്ചുറൽ നമ്പേഴ്സോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ചോദ്യം വരാം. അപ്പോൾ അങ്ങനെ ചോദ്യം വരുമ്പോഴത്തേക്ക് ആ എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ എന്താണ് ആവറേജ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്തായിരുന്നു? n × n+1/2. ഇത് നമ്മൾ തുടക്കത്തിൽ പഠിച്ചതാണ് അല്ലേ. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ n അങ്ങ് ക്യാൻസൽ ചെയ്ത് പറഞ്ഞാൽ പോലെ, അപ്പോൾ n+1/2 ആയിരിക്കും. ഇവിടെ എന്താണ്? ആവറേജ് ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ് വന്നത്? 50. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് n+1/2, അതായത് 50 + 1 51/2 ആയിരിക്കും നമുക്ക് വരുന്നത്. 51/2 ആകുമ്പോൾ 25.5 ആയിരിക്കും നമ്മുടെ ആൻസർ. 25.5 ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ കേട്ടോ. ആ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് ഇത് പഠിച്ചു വെച്ചാൽ അതിൻ്റെ ആവശ്യമുള്ള ഇക്വേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആവറേജ് ഓഫ് ഫസ്റ്റ് 10 വോൾ നമ്പേഴ്സ്. ആദ്യത്തെ 10 വോൾ നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് അല്ലേ. ആദ്യത്തെ 10 വോൾ നമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും, വോൾ നമ്പേഴ്സ് നമുക്കറിയാം, നമ്മൾ പഠിച്ചു എങ്ങനെയായിരുന്നു. നമ്മൾ നോർമലായിട്ടും ചിന്തിക്കുമ്പോഴത്തേക്ക് 1 മുതൽ 10 വരെ എടുത്താൽ പോരെ ചിന്തിക്കും. പക്ഷേ വോൾ നമ്പേഴ്സ് വരുമ്പോൾ തുടങ്ങുന്നത് ഏതാണ്? 0-ലാണ്. അപ്പോൾ ഫസ്റ്റ് 10 വോൾ നമ്പേഴ്സ് ആകുമ്പോൾ 0, 1 അങ്ങനെ തുടങ്ങി ഏത് വരെയുള്ള നമ്പർ? 9 വരെയുള്ള നമ്പർ അല്ലേ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ, അതായത് എന്ത് കണ്ടുപിടിച്ചാൽ മതി? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൺസെപ്റ്റ് എടുത്താൽ മതി അല്ലേ. ഇവിടെ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം എടുത്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൻ്റെ ആവറേജ് കിട്ടുന്നത്. അപ്പോൾ സം ഓഫ് ഏതാണ്? 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, 1 മുതൽ 9 വരെ 9 നമ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ 9 × 9 + 1 എത്രയാണ്? 10. 10/2 ആയിരിക്കും വരുന്നത്. അതായത് n × n+1/2 എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പോയി. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. 9 5 45 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അതിൻ്റെ ആവറേജിലേക്ക് വരുമ്പോഴത്തേനും സമ്മ് നമുക്ക് കിട്ടി 45 ആണ്. 45 എത്ര എണ്ണമാണ്? 10 എണ്ണം. ഫസ്റ്റ് 10 വോൾ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ എത്ര? 4.5. 4.5 ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ കണ്ടോ. അപ്പോൾ വോൾ നമ്പേഴ്സ് നോക്കുമ്പോഴത്തേക്കും അതാണ് ഞാൻ പറഞ്ഞത്, ടേം ഐഡൻറ്റിഫൈ ചെയ്താലേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വോൾ നമ്പേഴ്സ് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ഒന്നുകിൽ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ്. അങ്ങനെ നമ്മൾ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് ആൻസർ മാറും. ഓക്കെ, നമുക്കെന്താ ആദ്യത്തെ 10 വോൾ നമ്പേഴ്സ് ആകുമ്പോൾ 0 ഇല്ലാതെ തുടങ്ങണം. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. +0 ചെയ്യുമ്പോഴും നമുക്ക് അത് തന്നെയായിരിക്കും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ, അത് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ n × n+1/2 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് 45 എന്നാണ് വരുന്നത്. അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി 10 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യും. കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആവറേജ് കിട്ടും 4.5. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത് നമുക്ക് ഒരു കൺസെപ്റ്റ് നോക്കാം, പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പോൾ പ്രൈം നമ്പേഴ്സും ഉണ്ട്, കോമ്പോസിറ്റ് നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ടാവില്ല, അതിൻ്റെ ഘടകങ്ങൾ, അതിനെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. ഇപ്പോൾ 10 എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് ആണ് 5ഉം 2ഉം 5ഉം 2ഉം. കാരണം 10ന് 5 കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡർ 0 ആയിരിക്കും വരുന്നത്. അതുപോലെ 10ന് 2 കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഫാക്ടേഴ്സ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് 1ഉം നമ്പർ ഇറ്റ് സെൽഫും അതേ നമ്പറും തന്നെ ആയിരിക്കും വരുന്നത്. ആ നമ്പർ മാത്രം ഇറ്റ് സെൽഫ് അല്ലേ, ഇറ്റ് സെൽഫ് SEL. ഓക്കെ, ആ നമ്പർ മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ
3 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്, 2 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്, 5 എന്ന് കാരണം ഇതിൻ്റെ ഫാക്ടേഴ്സ് 3ൻ്റെത് 1ഉം 3ഉം മാത്രമേ ഉള്ളൂ, 2ൻ്റെത് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ, 5ൻ്റെ 1ഉം 5ഉം മാത്രമേ ഉള്ളൂ. അതുപോലെ 11 എന്ന് പറയുന്ന പ്രൈം നമ്പറാണ്. 9 ഒന്നും പ്രൈം നമ്പർ അല്ല, കാരണം 9ൻ്റെ ഫാക്ടേഴ്സ് വരുന്നത് 3 വരും, അതുപോലെ 9 വരും, 1 വരും. അപ്പോൾ ഇവിടെ പ്രൈം നമ്പർ ആകുമ്പോൾ 2 ഫാക്ടർ വരത്തുള്ളൂ, ഏതൊക്കെയാണ് 1ഉം മറ്റത് ആ നമ്പറും തന്നെയാണ് കേട്ടോ. അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. മലയാളത്തിൽ തന്നെ പറയുന്നത് അഭാജ്യ സംഖ്യ കേട്ടോ. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതായിരിക്കും എന്നുള്ളത് കോമ്പോസിറ്റ്, അതായത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടാവും, കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഭാജ്യ സംഖ്യ എന്ന് മലയാളത്തിൽ പറയാം. അതായത് 4, 10, കാരണം 4ൻ്റെ ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 ഉണ്ട്, 4 ഉണ്ട്, അതുപോലെ 2 ഉണ്ട്, അപ്പോൾ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വരും. 10ൻ്റെ നോക്കുമ്പോൾ അത് തന്നെയാണ്, 5 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 10 ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 5ൻ്റെ നോക്കുകയാണെങ്കിൽ 1ഉം 5ഉം മാത്രമേ ഉള്ളൂ, 11ൻ്റെ നോക്കുകയാണെങ്കിൽ 1ഉം 11ഉം മാത്രമേ ഉള്ളൂ, 3ൻ്റെ നോക്കുകയാണെങ്കിൽ 1ഉം 3ഉം മാത്രമേ ഉള്ളൂ, 2ആണെങ്കിൽ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കേണ്ടത് ഈ 2ന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പർ ആയിട്ടുള്ള 1 ആൻഡ് ഓൺലി പ്രൈം, ഒരൊറ്റ ഇരട്ട സംഖ്യയെ പ്രൈമിനകത്ത് വരുന്നുള്ളൂ, അത് 2ആണ് കേട്ടോ. അതുപോലെ തന്നെ സ്മോളസ്റ്റ് പ്രൈം, 2 എന്ന് പറയുന്നത് തന്നെയാണ് സ്മോളസ്റ്റ് പ്രൈം. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് ജസ്റ്റ് നോക്കി ചെയ്യുക. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഒന്നും അതേ നമ്പറും, കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വരും. ആവറേജ് ഓഫ് ഫസ്റ്റ് 9 പ്രൈം നമ്പേഴ്സ്, ആദ്യത്തെ 9 പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ആദ്യത്തെ 9 പ്രൈം നമ്പർ ആകുമ്പോൾ 2ൽ സ്റ്റാർട്ട് ചെയ്യും, 1 എടുക്കരുത്, 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, പിന്നെ വരുന്നത് 9 ആണ്, 9 വരത്തില്ല, 2, 3, 5, 7, പിന്നെ 11, 13, 14, 15, 16 ഇല്ല, 17. അപ്പോൾ എത്രയായി? 1, 2, 3, 4, 5, 6, 7. 17 കഴിഞ്ഞാൽ 18, 19 വരും, പിന്നെ 20 വരത്തില്ല, 21 വരത്തില്ല, 22 വരത്തില്ല, 23 വരും. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9 കേട്ടോ. 9 നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നുണ്ട്. ആദ്യത്തെ 9 നമ്പേഴ്സിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ആവറേജ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 3, 2, 5, 10, 10, 7, 17, 17, 10, 27, 28, 10, 38, 41, 41, 51, 58, 68, 77, 80, 100. അപ്പോൾ 100ആണ് സം എന്ന് പറയുന്നത്. 100/9 ആയിരിക്കും നമുക്ക് ആവറേജിലേക്ക് വരുന്നത് കേട്ടോ. ഇതിൻ്റെ സമ്മ് ആവറേജിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എത്രയാണ് വരുന്നത്? സം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? 100. 100 എണ്ണം എന്ന് പറഞ്ഞാൽ 9 എണ്ണം. അപ്പോൾ 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു പ്രാവശ്യം പോവും, 11, ബാക്കി വരുന്നത് 1/9. 11 1/9 ആയിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. അത് കിട്ടിയത് എങ്ങനെ മനസ്സിലായല്ലോ? 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10ൽ ഒരു പ്രാവശ്യം 9 പോകും, ബാലൻസ് വരുന്ന 1, വീണ്ടും 0 അകത്തിറങ്ങാം, 10, ഒരു പ്രാവശ്യം കൂടെ പോവും, 9, ബാലൻസ് 1. അപ്പോൾ റിമൈൻഡർ എഴുതുക. മിക്സർ ഫ്രാക്ഷനാക്കി എഴുതാൻ വേണ്ടിയിട്ട് ആൻസർ വന്ന എന്താണോ അത് ഇൻറ്റീജർ പോർഷനായിട്ട്, എന്നിട്ട് റിമൈൻഡർ വന്ന മുകളിലും എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അത് താഴെ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. പ്രൈം നമ്പർ ആ കൺസെപ്റ്റ് പഠിക്കുന്നതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ശരി, നെക്സ്റ്റിലേക്ക് പോവാം. ദ ആവറേജ് ഓഫ് സം ഓഫ് 1 to 20 നമ്പേഴ്സ്, 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ എന്താണ് ആവറേജ് കണ്ടുപിടിക്കുക കേട്ടോ. ആവറേജ് കണ്ടു 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. 1 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ആദ്യത്തെ 20 നമ്പേഴ്സാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് n+1/2 ആയിരിക്കും. n+1/2 ആയിരിക്കും അല്ലേ. n+1/2 ആകുമ്പോൾ 20 1 മുതൽ 20 വരെയുള്ളത്. അപ്പോൾ 21/2 ആയിരിക്കും വരുന്നത്. 21/2 ആകുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 10.5 ആണ്. ഇവിടെ ഒരു ഓപ്ഷൻ 10.5 ആക്കിയാൽ 10.5 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓക്കെ, കാരണം 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? n+1/2 ആണ്. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ n+1/2. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഫൈൻഡ് ദ ആവറേജ് ഓഫ് സ്ക്വയർ ഓഫ് 1 to 6. 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ തുടക്കത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? n+1 × 2n+1 ഡിവൈഡഡ് ബൈ 6 ആണ്. ഇവിടെ n = എത്രയാണ്? 1 മുതൽ 6 വരെ ആകുമ്പോൾ 6 സംഖ്യകൾ. അപ്പോൾ 6+1 × 6 2 12+1 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ 7 × 13 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും വരുന്നത്. 13. അപ്പോൾ 7 3 21, 1 ശിഷ്ടം 2, ഒരു 7 2 9, 91/6 ആയിരിക്കും വരുന്നത്. 91/6 ആകുമ്പോൾ എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും, ബാക്കി 3 31 ആകുമ്പോൾ 6 5 30 വരും.
31. ബാക്കി വീണ്ടും 1 ആണ് വരുന്നത്. അതിൽ വീണ്ടും ഒരു പ്രാവശ്യം ഒരിക്കൽ 6 പോകുന്നത്. അപ്പോൾ 15.1 ഓപ്ഷൻ നോക്കിയാൽ മതി. പിന്നെ അങ്ങോട്ട് ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. 15.16. അത് ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ആദ്യത്തെ NL സംഖ്യകളുടെ സ്ക്വയറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് n × n+1 2n+1 ഡിവൈഡ് ബൈ 6. അപ്പോൾ ആവറേജിലേക്ക് വരുമ്പോൾ n ക്യാൻസൽ ആയി പോകും. n+1 2n+1 ഡിവൈഡ് ബൈ 6 ആയിരിക്കും വരുന്നുണ്ടാവുക. അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും 15.1 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഈ ഡെസിമൽ പിന്നെ കണ്ടുപിടിക്കണമെന്നില്ല, കാരണം ഓപ്ഷനിൽ 15 പറഞ്ഞ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് നോക്കിയതാണ് കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ ആവറേജ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 51? 1 മുതൽ 51 വരെ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 51. നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് 51 + 1 52/2. 52/2 ആകുമ്പോൾ 26. 26 × 2 ആണ് 52 എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഓൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 8 ആൻഡ് 55. 8നും 55നും ഇടയ്ക്കുള്ള എന്താ പറയുക നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടു, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ 8നും 55നും ഇടയ്ക്കുള്ള 7ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ എന്താണ് സമ്മാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8നും 55നും ഇടയ്ക്കുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ വരെ നമുക്ക് നോക്കണം. അപ്പോൾ 8നും 55നും ഇടയ്ക്കുള്ള നമ്പേഴ്സാക്കി നമുക്ക് വേണ്ടത്. ഒരു 7 7 2 14 14 വരും. അടുത്ത് വരുന്ന 21 വരും. അടുത്ത ഏതായിരിക്കും? 28 വരും. 35 വരും. അടുത്ത് വരുന്നത് 42 വരും. അടുത്ത് വരുന്നത് എത്രയായിരിക്കും? 49. പിന്നെ വരുന്നത് 57 56ലേക്ക് പോകും. അത് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇത്രയും നമ്പേഴ്സ്. അപ്പോൾ 14 21 28 35 42 49. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാം. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ. ഫസ്റ്റ് ടൈം 14, ലാസ്റ്റ് ടൈം 49. എല്ലാം കൂടെ കൂട്ടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടൈം 14, ലാസ്റ്റ് ടൈം 49. അപ്പോൾ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 7 വെച്ച് കൂടി പോകുന്നതാണ്. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടൈം ഉണ്ട്, ലാസ്റ്റ് ടൈമും തന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവറേജ് കണ്ടുപിടിക്കാൻ അറിയാം. എന്തായിരിക്കും ആവറേജ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 2 ചെയ്യുക. ഡിവൈഡ് ബൈ 2. അപ്പോൾ 14 + 49 ഡിവൈഡ് ബൈ 2. അപ്പോൾ 40 50 59ഉം 59ഉം എത്രയാണ്? 4 ആണ് വരുന്നത്. അപ്പോൾ 59 60 63 ഡിവൈഡഡ് ബൈ 2. 63 ഡിവൈഡ് ബൈ 2. അപ്പോൾ 30 30 60 31.5 ആയിരിക്കും വരുന്നത് അല്ലേ. 31.5. ഓക്കെ, 30 30 60 1 1 2 0.5 63. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. കണ്ടോ, ഇതെപ്പോഴും ഡിവിസിബിൾ ബൈ 7ഓ 6ഓ 3ഓ ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഏത് നമ്പേഴ്സിന് ഇടയ്ക്കുള്ള കാര്യം ചോദിച്ചാൽ എഴുതാൻ പറ്റും. നമുക്കൊരു ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും അതിനകത്ത് കണ്ടുവരണേ ഉള്ളൂ കേട്ടോ. അവിടെ വെച്ചിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതിനാണ് നമ്മൾ തുടക്കത്തിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കൺസെപ്റ്റ് പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ്. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഓൾ ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 6 ആൻഡ് 34 വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 5. ഓക്കെ, 6നും 34നും ഇടയ്ക്കുള്ള 5ൻ്റെ ഗുണിതങ്ങൾ ഡിവിസിബിൾ ബൈ 5 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 കഴിഞ്ഞ് വരുന്നത് ഒരു 5 5 അതിൽ 2 10 വരും. 10ൽ തുടങ്ങും. 15 20 25 30 പറ്റത്തില്ല, ഇനി അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അവസാന പദവും ആദ്യ പദവും കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. 10 30 കൂടെ കൂട്ടുക. 2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 30 10 40/2 എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 20. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാൻ പറ്റും. കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആണ്, അതായിരിക്കും ഓക്കെ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു കൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവറേജ് ഓഫ് കോൺസിക്യൂട്ടീവ് 4 ഈവൻ നമ്പേഴ്സ് ഇസ് 27. then the greatest number in these 4 numbers is. അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആവറേജ് വേറെ എന്താ പറയുക, ഇത്ര നമ്പറിൻ്റെ ആവറേജ് ഇത്ര തൊട്ട് ഇത്ര വരെ നമ്പറോ തുടക്കത്തേ ഉള്ളൂ അങ്ങനെയൊന്നും പറഞ്ഞില്ല. തുടർച്ചയായിട്ടുള്ള കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. തുടർച്ചയായിട്ടുള്ള 4 ഈവൻ നമ്പേഴ്സ്, അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ്. ഓക്കെ, നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്ന്, നമുക്ക് നമ്പർ അറിയത്തില്ല. അപ്പോൾ ഒന്നാമത്തെ നമ്പർ ഞാൻ എണ്ണെന്ന് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്രയാണ്? അതിൻ്റെ ഒരു 2 കൂട്ടുന്നതായിരിക്കും അടുത്ത ഈവൻ നമ്പറിലേക്ക് പോകുന്നത്. വീണ്ടും അതിൻ്റെ ഒരു 2 കൂട്ടും. അപ്പോൾ n+4 വരുമ്പോഴത്തേക്ക് എത്രയാണ്? അടുത്ത ഈവൻ നമ്പർ കിട്ടും. അടുത്തൊരു n+6 വരുമ്പോഴത്തേക്ക് അടുത്ത ഈവൻ നമ്പർ കിട്ടും. ഇനി ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ 1 2 3 4 4n + 10 12. 12 ഡിവൈഡ് ബൈ 4 എണ്ണമല്ലേ. അപ്പോഴാണ് നമുക്ക് ആവറേജ് എത്ര കിട്ടുന്നത്? 27 കിട്ടുന്നത്. ഇത് നോർമലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 4 നമ്പേഴ്സ് അതിൻ്റെ സം എടുത്തിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ആവറേജ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്നിൻ്റെ വില കണ്ടുപിടിക്കാമല്ലോ. ഈ 4 4 നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് കോമൺ ആയിട്ട് 2 ടൈമിന് സെപ്പറേറ്റ് 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 4 3 12. അതായത് n+3 = 27. എന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 27 - 3 നമുക്ക് എത്ര കിട്ടുന്നത്? 24.
അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ് 24. നമ്മളുടെ ഗ്രേറ്റസ്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, അതായത് n+6. 24 + 6 എത്രയായിരിക്കും വരുന്നത്? 30. ഓക്കെ, ആക്ച്വലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഇതിനകത്ത് മറ്റുള്ള നമ്പേഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. 27 എന്ന് പറയുന്ന ആവറേജ് നമ്പറും വേണം, പിന്നെ എന്തായിരിക്കണം, സംഖ്യകളുടെ എണ്ണവും വേണം. 4 എണ്ണമാണ് ഇവിടെ എണ്ണം എന്ന് പറഞ്ഞാൽ, 4 ആണ് എണ്ണം, ആവറേജ് 27 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ബിഗ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും, സ്മോളസ്റ്റ് നമ്പറും കണ്ടുപിടിക്കാൻ പറ്റും. ബിഗ്ഗസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ തന്നിട്ടുള്ള ആവറേജിനോട് കൂട്ടണം. എന്ത് കൂട്ടണം? ഈ നമ്പർ ഓഫ് ടേംസ് ഞാനിപ്പോൾ n എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്നിൽ നിന്നും 1 കുറച്ച വാല്യൂ കൂട്ടണം. ഇനി ചെറിയ നമ്പറാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആവറേജിനോട് കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? ആ n-1 എന്ന് പറയുന്ന വാല്യൂ കുറയ്ക്കണം. ഇവിടെ ആവറേജ് 27, n എന്ന് പറഞ്ഞാൽ 4, 4ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 3. അപ്പോൾ 27 + 3 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 30 ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ അതല്ലേ കിട്ടിയത്? 30 ആണ് കിട്ടിയത്. അടുത്ത് നമുക്ക് ആവറേജ് 27, n എന്ന് പറഞ്ഞാൽ 4, 4ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 3, 27ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 24. കണ്ടോ? അപ്പോൾ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആ ഒരു നമ്പേഴ്സ് ആണെങ്കിലാണ് തുടർച്ചയായിട്ട് വരുന്ന ഈവൻ നമ്പറോ ഓഡ് നമ്പറോ ആയിക്കോട്ടെ, രണ്ടും സെയിം ആണ് കേട്ടോ. ഇതേ രീതിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗ്രേറ്റസ്റ്റ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആവറേജിനോട് കൂടി എത്ര എണ്ണം ഉണ്ടോ അതിൽ നിന്ന് 1 കുറച്ച വാല്യൂ കൂട്ടണം. സ്മോളസ്റ്റ് നമ്പറാണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആവറേജിൽ നിന്നും എന്ത് ചെയ്യണം? ആ എന്നിൽ നിന്ന് 1 കുറച്ച വാല്യൂ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ഗ്രേറ്റസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് നമ്പർ എത്രയാണ്? 30 ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇതേപോലത്തെ ആവറേജ് ഓഫ് 7 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇസ് 20. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ദീസ് നമ്പർ? ഇവിടെ ഓഡ് നമ്പറും പറഞ്ഞിട്ടില്ല, ഈവൻ നമ്പറും പറഞ്ഞിട്ടില്ല. 7 കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ നമ്പർ n, രണ്ടാമത്തെ n+1. അപ്പോൾ തുടർച്ചയായിട്ട് വരുന്ന നമ്പേഴ്സാണ്, ഓടും ഈവനൊന്നും അല്ല കേട്ടോ. n+1, അടുത്ത് വരുന്ന n+2 വരും, n+3 വരും, n+4 വരും, n+5 വരും, n+6 വരും. അപ്പോൾ 7 ആയില്ല, 1 2 3 4 5 6 7. അപ്പോൾ 1 2 3 4 5 6 7. അപ്പോൾ 7n പ്ലസ് 6 5 11, 11 4 15, 15 3 18, 18 2 20, 21 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്. 7 വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേനും n+3 എന്ന് പറഞ്ഞു അല്ലേ. 21/7 3 ആണ് കേട്ടോ. അപ്പോൾ n+3 = 20. n എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 17 ആയിരിക്കും വരുന്നുണ്ടാവുക. 20ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17. അപ്പോൾ ഗ്രേറ്റസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 17 ആണെങ്കിൽ 17 6 എത്രയായിരിക്കും വരുന്നത്? 23 ആയിരിക്കും നമ്മുടെ നമ്പർ. 17 6 23. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. ആവറേജ് മതി നമുക്ക്. ആവറേജിനോട് കൂടി എന്ത് കൂട്ടണം? ഇത് n ആണ്. n-ൽ നിന്നും 1 കുറച്ച വാല്യൂവിൻ്റെ പകുതി എടുക്കുക. n എന്ന് പറഞ്ഞാൽ എത്ര? 7. 7ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 6. 7ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 6. 6/2 എത്രയാണ്? 3. അപ്പോൾ നമുക്ക് 20 + 3 നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ബിഗ്ഗസ്റ്റ് നമ്പർ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. എത്ര? 23. നമ്മൾ ഇതേ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതല്ലേ കിട്ടുന്നത്? 23. സ്മോളസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ആ കൂട്ടിയ സ്ഥാനത്ത് കുറയ്ക്കണം. ആവറേജ് മൈനസ് n-1/2, അതായത് 20 - 3. n ഇവിടെ വരുന്ന സംഖ്യകളുടെ എണ്ണത്തിനാണ് n എന്ന് പറയുന്നത്. അതിൽ നിന്ന് 1 കുറയ്ക്കുക. അത് ഓഡ് നമ്പേഴ്സോ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 1 കുറച്ചിട്ട് ആ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അത് തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സാണ്. ഓഡൊന്നും പറഞ്ഞിട്ടില്ല, ഈവൻ ഒന്നും പറഞ്ഞിട്ടില്ല. തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 കുറച്ച വാല്യൂവിൻ്റെ പകുതി എടുക്കുക. ബിഗ് കണ്ടുപിടിക്കാൻ അത് കൂട്ടുക, സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ അത് കുറയ്ക്കുക. അപ്പോൾ 20 - 3 നമുക്ക് എത്ര കിട്ടുന്നത്? 17. ഇവിടെ ലാർജസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലാർജസ്റ്റ് 23 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ശരി. നെക്സ്റ്റ്, ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 100. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ഓഫ് ദ നമ്പർ? നമുക്കിപ്പോൾ ചെയ്താൽ അറിയാം. സ്മോളസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആവറേജ് എത്രയാണോ അതിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? ഇവിടെ n-ൻ്റെ വാല്യൂ എത്രയാണ്? 5. n-ൽ നിന്ന് 1 കുറച്ച വാല്യൂ എത്രയാണ്? 4. 4 എന്ത് ചെയ്യുക? കുറയ്ക്കുക. 100 - 4 നമുക്ക് എത്ര കിട്ടുന്നത്? 96. ഓപ്ഷൻ എ. കിട്ടും. സിമ്പിളായിട്ട് കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നോക്കുക. ഇഫ് ദ ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് ഈസ് 7 8, പിന്നെ ഒരു നമ്പർ മിസ്സിംഗ് ആണ്, അതിൽ എക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. 13 22. അപ്പോൾ ഈ ഒരു 4 നമ്പേഴ്സിൻ്റെ 5 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ വാല്യൂ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സം എടുക്കേണ്ടി വരും അല്ലേ. 13 + 22, അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് എത്ര കിട്ടുന്നത്? 12 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 22 കൊണ്ട് 8, 22 8 30, 30ഉം 13ഉം 43 7 50. അപ്പോൾ 50 + x ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നതാണ് 12 എന്ന് പറയുന്നത്. അപ്പോൾ 50 + x ഈ 5നെ കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും 12 × 5 ആവും. 12 × 5 എത്രയാണ്? 60. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 50ന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 60 - 50 എത്രയാണ് വരുന്നത്? 10 ആയിരിക്കും വരുന്നത്. കഴിഞ്ഞു.
ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ആവറേജിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്, ജസ്റ്റ് കൂട്ടുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആവറേജ് ഓഫ് 3, 8, 9 ആൻഡ് എക്സ് ആർ 6. അപ്പോൾ 3, 9, 8, 3 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ. അപ്പോൾ 1, 2, 3, 4 നമ്പറിൻ്റെ ആവറേജ് നമുക്ക് എത്രയുണ്ട്? 6 എന്നുണ്ട്. ആൻഡ് ദ ആവറേജ് ഓഫ് 1 പ്ലസ് 1, 2, 5 എക്സ് വൈ ഈസ് 8. അപ്പോൾ ഇവിടെ 2 എണ്ണം മിസ്സിംഗ് ആണ്, ഇവിടെ 1 എണ്ണം മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആദ്യം ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 8, 3, 11, 11, 9, 20. അപ്പോൾ 20 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു, ഈ 4നെയും കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 6, 4, 24 ആവും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ 24 മൈനസ് 20 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4. എക്സിൻ്റെ വില 4 കിട്ടി. അടുത്ത് നോക്കുക, 1 പ്ലസ് 2 പ്ലസ് 5 പ്ലസ് എക്സിൻ്റെ വാല്യൂ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്, അതായത് 1, 2, 3, 4, 5. 1, 2, 3, 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 5 2 7, 7 1 8. 8ഉം ഇവിടെ 4 കൂടെ 8, 4 എത്രയാണ്? 12 വരെ. എക്സിൻ്റെ വില 12 ആണ് അല്ലേ. 12, എക്സിൻ്റെ വില 4 ആണ്. അപ്പോൾ ആ 4ഉം കൂടെ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും 5 2 7 1 8 4 12. 12 പ്ലസ് വൈ എന്ന് പറയുന്ന നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്. അപ്പോൾ 12 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു, ഈ 5നെയും കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 8 5 40 വരും. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 40 മൈനസ് 12. അപ്പോൾ 30, 28 ആയിരിക്കും നമുക്ക് എന്തിൻ്റെ വില എന്ന് പറയുന്നത്? വൈയുടെ വില എന്ന് പറയുന്നത് കേട്ടോ. 28. ഓപ്ഷനിലില്ല, തിരിഞ്ഞിട്ടുണ്ടല്ലോ. 5 2 7 1 8, 8 4 12, 8 5 40. 12 മൈനസ് 40 ആകുമ്പോൾ 40 നിന്ന് 10 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30. 30 നിന്ന് 2 കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടുന്നത്? 28. വൈ ഈസ് ഈക്വൽ ടു 28 ആയിരിക്കും കേട്ടോ ആൻസർ. വൈയുടെ വില എന്ന് പറയുന്നത് 28. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി 28 ആക്കാം. 28 ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ആവറേജ് ഓഫ് 25 റിസൾട്ട് ഈസ് 18. ദാറ്റ് ഓഫ് ഫസ്റ്റ് 12 ഈസ് 14 ആൻഡ് ഓഫ് ലാസ്റ്റ് 12 ഈസ് 70. ഫൈൻഡ് ദ 13th റിസൾട്ട് എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് എത്രാമത്തെ? 13ാമത്തെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 25 നമ്പേഴ്സ്, ഇപ്പോൾ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് നിർത്താം. 25 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ കൺസെപ്റ്റ് ഇത്രയാണ്. ആവറേജ് എന്ന് പറയുന്നത് സമ്മ് ഡിവൈഡഡ് ബൈ നമ്പറാണ്. നമുക്ക് തിരിച്ച് സമ്മ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആവറേജിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ പറഞ്ഞ നോക്കൂ, 25 നമ്പേഴ്സിൻ്റെ ആവറേജ് 18 ആണ്. അതിൽ ആദ്യത്തെ 12 എണ്ണത്തിൻ്റെ 14. അപ്പോൾ നമുക്ക് 25 എണ്ണം ടോട്ടലാണ്. ടോട്ടലിൽ ആവറേജ് വന്നിരിക്കുന്നത് എത്രയാണ്? 18. അപ്പോൾ ഒന്ന് സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയാണ്? 25 × 18. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അടുത്ത് ദാറ്റ് ഓഫ് ഫസ്റ്റ് 12 ഈസ് 40. അപ്പോൾ ആദ്യത്തെ 12ൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. 12 × 14 കണ്ടു ചെയ്യാം. ലാസ്റ്റ് 12, അപ്പോൾ 25ൽ ആദ്യത്തെ ഫസ്റ്റ് 12 ഉണ്ട്, അവസാനത്തെ 12 ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ സമ്മ് 25 × 18 ആണ്. ഓക്കെ, അതിൽ നിന്ന് 12 × 14 നമുക്ക് കിട്ടി. അത് ആദ്യത്തെ 12 അടുത്ത 12 വരുമ്പോഴത്തേക്കും 12 × 17 സം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു നമ്പർ റിപ്പീറ്റേഷൻ വരും. കാരണം ഇതിനകത്തും 12, ആദ്യത്തെ 12 എടുക്കും, ഇത് അവസാന 12, മൊത്തം 25 എണ്ണമല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ, ആദ്യത്തെ 12ഉം അവസാനത്തെ 12ഉമാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത്. ഓക്കെ, അതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 13ാമത്തെയാണ്. അപ്പോൾ നോക്കൂ, 25ഉം 18ൻ്റെയും സമ്മ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. 250. ഒന്ന് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യാം നമുക്ക്. 25 ഒന്നുകിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ 25 × 10 + 8 എന്ന് ചെയ്യാം. അപ്പോൾ 25 × 10 250. 250ഉം 25 × 8 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 25 4 ചേരുമ്പോൾ 100 ആവും. അപ്പോൾ 8 ചേരുമ്പോൾ 200 ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 450 ആയിരിക്കും വരുന്നുണ്ടാവും ടോട്ടൽ. ഇനി 12 × 14 ചെയ്യാം. 12 × 14 ചെയ്യുമ്പോഴത്തേക്കും 12 × 12 നമുക്ക് 144 എണ്ണമാണ്. അപ്പോൾ 14 വരുമ്പോൾ 2 12 കൂടെ അതിനകത്ത് ചേരും, അതായത് ഒരു 24 കൂടെ ചേരും. അപ്പോൾ 24 കൂടെ ചേരുമ്പോൾ 144, 164, 168 ആയിരിക്കും വരുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ നോക്കുക. അല്ലാതെ നമുക്ക് രണ്ടക്ക സംഖ്യകൾ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12ഉം 14 ആദ്യം ഈ എക്സ്ട്രീംസ് ചെയ്യുക. 4ഉം 2ഉം 8 ക്രോസ് ചെയ്യുക. ഒരു 4 4, ഒരു 2 2, രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 4ഉം 2ഉം 6 വരും അല്ലേ. 6 വരും. പിന്നെ ഇത് ഇപ്പുറത്തെ എക്സ്ട്രീം ചെയ്യുക. 168. എങ്ങനെ വേണോ ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടിയാൽ മതി. ഇനി 12 × 17 നമുക്ക് ഇതേപോലെ ചെയ്യാം അല്ലേ. 12 × 17, 7 2 14, 4, അടുത്തത് എന്താ, 1 മാറ്റി നിർത്തുക. ക്രോസ് ചെയ്യുമ്പോൾ 7, ക്രോസ് ചെയ്യുമ്പോൾ 2, 7 2 9, 9 1 10 0 ഇഷ്ടം 1, ഈ 1 1 1 1 കൂടെ കൂട്ടുമ്പോൾ 2, അപ്പോൾ 204. ഇനി എന്ത് ചെയ്യണം?
നമുക്ക് ആദ്യത്തെ 12ൻ്റെ ഉണ്ട്, അവസാനത്തെ 12, അത് 24 നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്കും 200, 300, 368 4 372 എന്ന് പറഞ്ഞു. 372 ആണ് ഇത് ആദ്യത്തെ 12 ഇത് അവസാന 12. അങ്ങനെ ടോട്ടൽ എത്ര എണ്ണത്തിൻ്റെ? 24 നമ്പേഴ്സിൻ്റെ ഒബ്സർവേഷൻസിൻ്റെ സമ്മാണ് എത്രയെന്ന് പറഞ്ഞാൽ 372 എന്ന് പറയുന്നത്. 25 ഒബ്സർവേഷൻസിൻ്റെ സമ്മാണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്? 450 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയ്ക്കുള്ള ഒരെണ്ണമാണ് മിസ്സിങ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 450ഉം 372 കൂടെ എന്ത് ചെയ്യുക? കുറയ്ക്കുക. 450ഉം 372 കൂടെ കുറയ്ക്കുക. 372ഉം 8ഉം നമുക്ക് എത്ര കിട്ടും? 380 കിട്ടും. അപ്പോൾ 28, 50, 60, 70, 78 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. 372 8ഉം 380, 380 70 ആകുമ്പോൾ 450. ഓപ്ഷൻ എ 78 ആയിരിക്കും ആൻസർ. അപ്പോൾ മൊത്തം 25 ഒബ്സർവേഷൻ. ആദ്യത്തെ 12ൻ്റെ സമ്മ് കണ്ടുപിടിക്കുക, അവസാന 12ൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്കും ആദ്യത്തെ 24 അല്ലെങ്കിൽ 24 നമ്പേഴ്സിൻ്റെ കിട്ടും. അതിൽ ഒരെണ്ണം മിസ്സിംഗ് അല്ലേ. അപ്പോൾ ടോട്ടൽ 25 എണ്ണത്തിൻ്റെ ഇവിടെ ഉണ്ട്, 24 എണ്ണത്തിൻ്റെ ഇവിടെ ഉണ്ട്. രണ്ടും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ.